2017 US കൊളറാഡോ സ്റ്റേറ്റിലെ ഡെൻവർ എന്ന സ്ഥലം. അവിടെ എലീസ ലീലാൻഡ് ദമ്പതികൾ. ഇവർക്ക് കാഡൻ എന്ന ഒരു മകൻ. 2017 ഡിസംബർ മാസം 24 ഈ കാഡന് 6 വയസ്സ് തികയുന്നു. അവന്റെ ജന്മദിനം ആ കുടുംബം ആഘോഷമാക്കി. അങ്ങനെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയായ എലിസ മകന് ഒരു കവിത എഴുതുന്നു. ആ കവിതയിൽ അവർ പറയുന്നത്, ഈ ലോകത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായി ഞാൻ കരുതുന്നത് നിന്നെയാണ്. ദൈവം എനിക്ക് വളരെ അത്ഭുതകരമായ സമ്മാനം നൽകിയിരിക്കുന്നു. അമ്മയും അച്ഛനും നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് വാക്കുകളാൽ വിവരിക്കാനാകില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് എല്ലാം നീയാണ്. ഇങ്ങനെ വളരെ വൈകാരികമായി ഒരു കവിത എഴുതി. പിറന്നാൾ അവസാനിച്ച് ഒരു വർഷം കഴിഞ്ഞു. 2018 ഡിസംബർ മാസം 24 ഇവർക്കൊരു പബ്ലിക് സ്റ്റോറേജ് ഉണ്ട്. അവിടെ പെട്ടെന്ന് പോലീസ് നായയെ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോൾ ആ സ്റ്റോറേജിനുള്ളിൽ പോലീസ് കണ്ട കാര്യം അവരെ മാത്രമല്ല മുഴുവൻ അമേരിക്കയെയും അമ്പരപ്പിച്ചു. അങ്ങനെ ആ പബ്ലിക് സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ അവർ എന്താണ് കണ്ടെത്തിയത്? ഈ ദമ്പതികളുടെ വീട്ടിൽ എങ്ങനെയുള്ള സംഭവങ്ങളാണ് അരങ്ങേറിയത്? ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയും ലോകത്തിൽ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മെ ചിന്തിപ്പിക്കുന്ന ഹൃദയഭേദകമായ ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. എലിസ ലീലാൻഡ് പല വർഷം പ്രണയിക്കുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ എലിസ ഗർഭിണിയാകുന്നു. അങ്ങനെ ജനിച്ച മകനാണ് കാഡൻ. 2014 വർഷം ഇവർ വിവാഹിതരാകുന്നു. വിവാഹത്തിന് ശേഷം മറ്റൊരു പെൺകുഞ്ഞും ജനിച്ചു. അങ്ങനെ ദമ്പതികൾ അവരുടെ 2 മക്കളുമായി വളരെ സന്തോഷകരമായി തന്നെ ജീവിക്കുന്നു. എന്നാൽ ഭർത്താവായ ലീലാൻഡ് സ്വഭാവത്തിൽ ഇതിനു ശേഷം പല മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഭാര്യയെ മാത്രമല്ല സ്വന്തം മക്കളെ പോലും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ജോലിക്കൊന്നും പോകാതെ 24 മണിക്കൂറും വീട്ടിൽ തന്നെയായി. ഇപ്പൊ ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭാര്യയുടെ ചുമലിലേക്ക് വരുന്നു. അവൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകും. വൈകുന്നേരം വീട്ടിലെത്താൻ തന്നെ 8 മണിയാകും. ഈ സമയമെല്ലാം ലീലാൻഡാണ് മക്കളെ നോക്കുന്നത്. എന്നാൽ അതേസമയം ലീലാൻഡ് മയക്കുമരുന്നിന് അടിമയായിരുന്നു. മുഴുവൻ കുടുംബത്തിനുമായി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കൊണ്ട് എലിസ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. തന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് അവൾ പലപ്പോഴായി പറയാറുണ്ട്, എനിക്ക് വീട്ടിൽ പോകാൻ തന്നെ താല്പര്യമില്ല. ഓഫീസിലുള്ള ഈ സമയമെല്ലാമാണ് ഞാൻ ഒരല്പം സമാധാനമായുള്ളത്. വീട്ടിൽ പോയാൽ എന്റെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ദമ്പതികളുടെ ജീവിതം വലിയ ആശയക്കുഴപ്പങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ വാടക പല മാസമായി കൊടുക്കാത്തതുകൊണ്ട് വീടുടമസ്ഥൻ വീടൊഴിയാനായി അവരോട് ആവശ്യപ്പെടുന്നു. ഇപ്പൊ ആ കുടുംബത്തിന് എവിടെ പോകണം എന്നറിയില്ല. വാടക കുറവുള്ള ഒരു ഹോട്ടലിൽ പോയി കുടുംബത്തോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അതുവരെയും കാഡൻ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അവനെ സ്കൂളിൽ അയക്കാൻ പോലും അവരുടെ പക്കൽ പണമില്ല. ഈ സമയം എലീസ ചെയ്തത്, നീ ഇനി സ്കൂളിൽ പോകണ്ട, ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ താമസിച്ചാൽ മതി, ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കാഡന്റെ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഹോം സ്കൂളിംഗ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ ഒരു കുടുംബത്തിന്റെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴാണ് എലീസയുടെ ജീവിതം വീണ്ടും തിരക്കേറിയതായി മാറുന്നു. രാവിലെ 6-6:30 ജോലിക്ക് പോകും. രാത്രി 8-9 മണിക്കൊക്കെ വീട്ടിൽ തിരികെ എത്തും. ഈ സമയത്തെല്ലാം ഭർത്താവാണ് മക്കളെ നോക്കുന്നത്. ഇതിലും എലീസയ്ക്ക് ചില ആശങ്കയുണ്ടായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവരോട് അവൾ പറയാറുണ്ട്, എന്റെ ഭർത്താവിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല, കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കുമെന്ന് പോലും എനിക്ക് അറിയില്ല എന്നുള്ള അവളുടെ വിഷമം അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. 2018 ഡിസംബർ മാസം 21 എലീസ അവൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഫോൺ ചെയ്യുന്നു. എന്റെ ഭർത്താവ് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്, എന്നെ സഹായിക്കണം. ഇത് കേട്ട പോലീസുകാരും അവൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് വന്നു. ആരാണ് ഫോൺ ചെയ്തതെന്ന് ചോദിച്ചു. എലീസ വരികയും പോലീസ് അവളോട് അന്വേഷിക്കാനും തുടങ്ങി. അവൾ പറഞ്ഞത്, എന്റെ ഭർത്താവ് എന്റെ 2 മക്കളുമായി മറ്റൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. പക്ഷെ എന്റെ ഭർത്താവ് എന്നെ ടോർച്ചർ ചെയ്തു, മർദ്ദിച്ചു. അതിനാൽ ഞങ്ങൾക്കിടയിൽ വലിയ വാക്കുതർക്കമുണ്ടായി. എന്നാൽ ഞാൻ ഓഫീസിൽ പോയതിനു ശേഷം ഭർത്താവ് എന്റെ 2 മക്കളെയും വിളിച്ചുകൊണ്ട് മറ്റൊരു ഹോട്ടലിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഈ സമയം പോലീസ് എലീസയെ സമാധാനപ്പെടുത്തി എലീസ താമസിച്ചിരുന്ന മുറി പരിശോധിക്കുന്നു. അവളുടെ മുറി പരിശോധിച്ചപ്പോൾ എവിടെ നോക്കിയാലും മയക്കുമരുന്നുള്ളത് കണ്ട് ഞെട്ടിപ്പോകുന്നു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞു.
നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അതേസമയം നിങ്ങൾ തന്നെ വീടിനുള്ളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ പേരിലും ഞങ്ങൾക്ക് കേസ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എലിസയുടെ പേരിലും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ പേരിൽ പോലീസ് ഒരു കേസ് എടുത്തു. അടുത്തതായി പോലീസ് ആ ഭർത്താവും 2 മക്കളും താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്നു. അയാളുടെ മുറി പരിശോധിച്ചപ്പോൾ അവിടെയും എല്ലാ സ്ഥലങ്ങളിലും മയക്കുമരുന്ന് കണ്ടെത്തി. എന്നാൽ അയാളുടെ കൂടെ 2 കുട്ടികൾ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ 2 കുട്ടികൾക്ക് പകരം അവർക്ക് രണ്ടാമതായി ജനിച്ച ഒരേ ഒരു പെൺകുഞ്ഞ് അവൾ മാത്രമേ ഉള്ളൂ. 7 വയസ്സുള്ള കാഡൻ എന്ന കുഞ്ഞിനെ കാണാനില്ല. പോലീസ് ലീലാനോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെ? 7 വയസ്സുള്ള മകൻ കാഡൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇതിനകം തന്നെ അയാൾ മയക്കുമരുന്ന് കഴിച്ചിരുന്നതുകൊണ്ട് മകൻ എവിടെയാണെന്ന് വ്യക്തമായി പറയാൻ പോലും അയാളെ കൊണ്ടായില്ല. പോലീസും ലീലാനോട് അടുപ്പമുള്ള ചിലരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അവരുടെ മൂത്ത മകനെ കണ്ടിട്ട് തന്നെ ചില മാസങ്ങളായി. അവൻ കാണാതായത് മുതൽ ലീലൻ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ അവന് യാതൊരു പ്രശ്നവുമില്ല. മകനായ കാഡൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ലീലാൻഡ് അവരുടെ ഒരു സ്റ്റോറേജ് യൂണിറ്റിനെ കുറിച്ച് പറയാറുണ്ട്. ആ സ്റ്റോറേജിലാണ് ലീലാൻഡ് അളവിൽ കൂടുതൽ ഇമോഷൻസും മെമ്മറീസും ഉള്ളത്. സത്യത്തിൽ മകൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ആ സ്റ്റോറേജ് യൂണിറ്റിനെ കുറിച്ച് മാത്രം ലീലാൻഡ് ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും അവർ പറഞ്ഞു. പോലീസിന് ഇവിടെ ഒരു സംശയം വന്നു. മകനെ കാണാനില്ല, എവിടെ പോയി എന്നും അറിയില്ല, അച്ഛനും ഒന്നും പറയുന്നില്ല. എന്നാൽ സ്റ്റോറേജ് യൂണിറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടം പരിശോധിക്കാമെന്ന് പോലീസ് തീരുമാനിച്ചു. അതിനായി കോടതിയിൽ നിന്ന് ഒരു വാറന്റ് വാങ്ങി ആ സ്റ്റോറേജ് ഫെസിലിറ്റിയിലേക്ക് പോയി. അവിടെ എത്തി അത് മുഴുവനും പരിശോധിച്ചു. വാതിൽ തുറന്നപ്പോ തന്നെ വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. ഒരു അഴുക്ക് ചാലിൽ വന്നുപെട്ടാലുള്ള അവസ്ഥയായിരുന്നു പോലീസിന്. 7 വയസ്സുള്ള കാഡന്റെ കീറിയ വസ്ത്രം അവിടെയായി ചിതറിക്കിടക്കുന്നത് കണ്ടു. ഒരു വലിയ വാട്ടർ ബോട്ടിൽ കാണുന്നു. അടുത്തിടെ എവിടെ ഉപയോഗിച്ച കോൺക്രീറ്റ് മിക്സിന്റെ ബാഗ് ഉണ്ടായിരുന്നു. അതായത് ഒരു വലിയ ബാഗിൽ കോൺക്രീറ്റ് മിക്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതവർ എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ എംറ്റി ബാഗ് മാത്രം അവിടെ കിടക്കുന്നു. ഈ സമയം പോലീസ് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ മുക്കിലും മൂലയിലും തിരയാൻ തുടങ്ങി. അങ്ങനെ സ്റ്റോറേജിന്റെ ഒരു മൂലയിലായി ചതുരാകൃതിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ആ കോൺക്രീറ്റ് പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ പൊളിക്കുന്തോറും അകത്തു നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങി. ആ കോൺക്രീറ്റ് തകർത്ത് അകത്ത് നോക്കുമ്പോൾ നായ്ക്കളെ അടച്ചിടാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്. ആ കൂട് മുഴുവനും സിമന്റും കല്ലും ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആ കൂടിനെ ഒരു കുഴിക്കുള്ളിലാക്കി അതും കോൺക്രീറ്റ് ഇട്ട് മൂടിയത്. ഇപ്പോ ആ കൂടിനുള്ളിൽ എന്താണെന്ന് പോലീസിന് അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിൽ നിന്നാണ് ആ ദുർഗന്ധം വരുന്നത്. അങ്ങനെ പോലീസ് ആ കൂടിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ കോൺക്രീറ്റും തകർത്ത് നോക്കുമ്പോൾ അകത്തവർ കണ്ട കാഴ്ച അവരുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടി. ആ കൂടിനുള്ളിൽ അഴുകിയ അവസ്ഥയിൽ 7 വയസ്സുകാരൻ കാഡന്റെ ശരീരം കണ്ടുപിടിക്കുന്നു. ആ അഴുകിയ ജീർണിച്ച അവസ്ഥയിലുണ്ടായിരുന്ന ആ കുഞ്ഞിന്റെ ശരീരം ഡോക്ടർ പരിശോധിക്കുമ്പോൾ അവർ തന്നെ ഞെട്ടി. അവന് 7-8 വയസ്സുണ്ടാകും. എന്നാൽ അവന്റെ ഭാരം വെറും 12 കിലോ മാത്രമായിരുന്നു. അത്രത്തോളം മാൽന്യൂട്രീഷൻ സംഭവിച്ചിട്ടുണ്ട്. പല മാസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും അവന്റെ ശരീരത്തിൽ അറിയാൻ കഴിഞ്ഞു. കൂടാതെ അവന്റെ ശരീരത്തിൽ തല മുതൽ കാലുവരെയും പല സ്ഥലങ്ങളിൽ മുറിവുണ്ടായിരുന്നു. ചില മുറിവുകൾ നിസാരമായിരുന്നു, ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില മുറിവുകൾ അത് മരിക്കുന്നത് വരെയും മാരകമായി തന്നെ തുടർന്നു. ഒരു രോഗബാധിതനെ പോലെയായിരുന്നു അവൻ. ശരീരങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. കൈകളിൽ, കാലുകളിൽ, ഇടുപ്പെല്ലിൽ, മൂക്കിന്റെ എല്ലിൽ, കണ്ണിന് താഴെയുള്ള എല്ലുകളിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വാക്കുകൾ കൊണ്ടുപോലും വിവരിക്കാനാകാത്ത രീതിയിൽ അത്രയേറെ മുറിവുകളുള്ളത് പോലീസ് കണ്ടെത്തി. ഒരു ചെറിയ കുഞ്ഞിന് ഇത്രത്തോളം മുറിവുണ്ടെങ്കിൽ തീർച്ചയായും അവൻ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പോലീസ് പറഞ്ഞു. ഇപ്പൊ അവന്റെ മരണം എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് പോലീസ് ഡോക്ടറോട് ചോദിച്ചു. അതാണ് ബ്ലഡ് ഫോഴ്സ് ട്രോമ. അവന്റെ തലയിൽ വളരെ ശക്തിയേറിയ ഒരു വസ്തു ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവന്റെ തല ചുമരിൽ ഇടിച്ചിട്ടുണ്ട്. ആ സമയത്ത് തലയ്ക്കുള്ളിൽ തന്നെ വലിയൊരു മുറിവുണ്ടായി. അങ്ങനെയാണ് അവൻ മരിച്ചത്. പക്ഷെ ആ മരണത്തെ സഹായിക്കുന്ന രീതിയിൽ മറ്റു പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. മാൽന്യൂട്രീഷൻസ്, അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ, വേദന, ഇൻഫെക്ഷൻ, ഇങ്ങനെ പല കാരണങ്ങൾ കാരണമാണ് അവന്റെ മരണം സംഭവിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവൻ എപ്പോ മരിച്ചിട്ടുണ്ടാകും? അവനെ എപ്പോൾ കൊന്ന് ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ടാകും എന്ന് പോലീസ് ഡോക്ടറോട് ചോദിച്ചു. മെയ് മാസം 2018 വർഷം, അതായത് ഈ കുഞ്ഞിന്റെ ശരീരം കണ്ടെത്തുന്നതിന് 5-6 മാസം മുൻപാണ് അവനെ കൊന്നത്. 2018 ഡിസംബർ മാസം 24-ാം തീയതിയാണ് കുഞ്ഞിന്റെ ശരീരം കണ്ടെത്തിയത്. 2018 മെയ് മാസമായിരുന്നു അവന്റെ അമ്മ എലിസ അവന്റെ സ്കൂൾ അവസാനിപ്പിച്ച് ഹോം സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴാണ് ഹോം സ്കൂളിംഗ് തുടങ്ങിയത് അന്ന് തന്നെ ആ കുഞ്ഞിനെ കൊന്നിട്ടുമുണ്ട്. ഇപ്പൊ പോലീസ് അവരുടെ അന്വേഷണം ആദ്യം അവന്റെ അമ്മയായ എലിസയിൽ നിന്നും തുടങ്ങുന്നു. നിങ്ങളുടെ മകന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന
ഒറ്റ വാക്ക് മാത്രം ചോദിച്ചു. അടുത്ത സെക്കൻഡ് തന്നെ അവർ മുഴുവൻ സത്യവും പറയാൻ തുടങ്ങി. എന്റെ മകനെ എന്റെ ഭർത്താവാണ് കൊന്നത്, അതെനിക്ക് നന്നായി അറിയാമെന്നും പറഞ്ഞു. എന്റെ ഭർത്താവ് ജോലിക്ക് പോകാത്തത് കൊണ്ട് മുഴുവൻ കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഒരു ചുമതല എന്നിലേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ 8-9 മണിയാകും. ഈ സമയങ്ങളിൽ ഭർത്താവാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അതും മൂത്ത മകനായ കാഡനെ ഭർത്താവ് ശരിയായി നോക്കാറില്ല, നന്നായി ഭക്ഷണം കൊടുക്കാറില്ല, വെള്ളം കൊടുക്കാറില്ല. ഇവയ്ക്കെല്ലാം അപ്പുറം അവനെ നന്നായി മർദ്ദിക്കുമായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ അവനെ മർദ്ദിക്കും. കൈകാലുകൾ പൊട്ടുന്ന രീതിയിൽ അവനെ മർദ്ദിക്കും. വീട്ടിലെ നായ്ക്കളെ അടച്ചിടുന്നതിന് ഒരു കൂടുണ്ട്. ആ കൂടിനുള്ളിൽ അവനെ അടച്ചിട്ടാണ് എന്റെ ഭർത്താവ് അവനെ ടോർച്ചർ ചെയ്യുന്നത്. നിങ്ങളുടെ മകന്റെ മരണം എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അവൻ മരിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതിന് എലിസ പറഞ്ഞ മറുപടി, അതെ, എന്റെ മകൻ മരിക്കുമ്പോൾ ഞാൻ അടുത്തു തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് സത്യത്തിൽ സംഭവിച്ചത് പതിവ് പോലെ ലീലാൻഡ് കാഡനെ അടിച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി, യാതൊരു കാരണവുമില്ലാതെ. അങ്ങനെ തുടർന്ന് അടിച്ചുകൊണ്ട് തന്നെ അച്ഛനായ ലീലാൻഡ് അവനെ ബാത്റൂമിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയത്ത് അമ്മ ബാത്റൂമിന് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. കാഡൻ അകത്ത് നിലവിളിച്ച് കരയുന്നുണ്ട്. ചുമരിൽ തലകൊണ്ടിടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. ആ ശബ്ദം ബാത്റൂമിനുള്ളിൽ നിന്നും കേൾക്കുന്നുണ്ട്. മകനായ കാഡൻ കരഞ്ഞ് നിലവിളിച്ച് സഹായം യാചിക്കുന്നുണ്ട്, അമ്മയെന്ന് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ അമ്മ പുറത്തുണ്ട്, യാതൊരു പ്രതികരണവുമില്ല. ഏകദേശം ഒരു 2 മണിക്കൂറുകൾക്ക് ശേഷം അച്ഛനായ ലീലാൻഡ് ബാത്റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് അവൻ പറഞ്ഞത്, നോക്ക്, നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഇതിനിടയിൽ 2 മക്കളെ വളർത്താനൊന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് ഒരു കുഞ്ഞു മതി, ഈ പെൺകുഞ്ഞ് മാത്രം മതി എന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാത്റൂമിനുള്ളിലുണ്ടായിരുന്ന കാഡൻ ഏകദേശം 90% അവന്റെ ജീവൻ പോയിട്ടുണ്ട്. ശരീരത്തിൽ ഒരല്പം മാത്രം ജീവനുണ്ട്. ഇപ്പോ അവന്റെ അമ്മ അവനെ ആ ബാത്റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് നായ്കളെ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ കൂട്ടിൽ വെച്ച് അടയ്ക്കുകയും അതിനെ ചുറ്റി ഒരു ഷീറ്റ് കൊണ്ട് മൂടി. അവന്റെ ശ്വാസം പോലും പുറത്തേക്ക് പോകാതിരിക്കാനായി. അകത്തുണ്ടായിരുന്ന കാഡനും അവനുള്ള ജീവൻ വെച്ച് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു, അമ്മയെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ശ്വാസം വിടാൻ കഴിയുന്നില്ല, വേദനിക്കുന്നുണ്ട്. ഈ ഷീറ്റൊന്ന് മാറ്റാമോ എന്ന് അവന്റെ പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എത്ര കരഞ്ഞു യാചിച്ചിട്ടും അമ്മയോ അച്ഛനോ യാതൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. അച്ഛൻ മയക്കുമരുന്നിന് അടിമയാണ്, ഇത്രയേറെ ടോർച്ചർ ചെയ്യുന്നു. പക്ഷെ അമ്മ എന്തുകൊണ്ട് എല്ലാം നോക്കി നിൽക്കുന്നു? ഭർത്താവിനെ ഒരു തവണ പോലും തടഞ്ഞില്ല. തന്റെ കൺമുൻപിൽ മകൻ മരിക്കുന്നു എന്നുള്ളത് മനസ്സിലായിട്ട് കൂടിയും അവന്റെ അമ്മ ഒന്നും തന്നെ ചെയ്തില്ല. ആ കൂടിനുള്ളിൽ അവനെ അടച്ചിട്ടിട്ട് അവർ അവരുടെ ജോലി നോക്കാൻ പോയി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കൂടിനുള്ളിലുണ്ടായിരുന്ന കാഡൻ മരിച്ചു കിടക്കുകയായിരുന്നു. ആദ്യം ഇവർ ചെയ്തത് ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ശരീരം ഉപേക്ഷിക്കാം എന്നായിരുന്നു. പക്ഷേ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അത് പിന്നീട് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ടും പുറത്താരും അറിയാതിരിക്കാൻ വീടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു. എന്നാൽ അവരിപ്പോ ഹോട്ടലിലാണ് ഉള്ളത്, ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടല്ലോ, അതിനുള്ളിലാണെങ്കിൽ ആരും വരില്ല. അവിടെ ഒരു കുഴിയെടുത്ത് ഈ കൂട് അതിനുള്ളിലാക്കി കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവായ ലീലാൻഡാണ് ഇവ എല്ലാം ചെയ്തെങ്കിലും അതിന് മുഴുവൻ സഹായവും ഭാര്യ ചെയ്തു. അങ്ങനെ സ്വന്തം മകനെ ഇത്ര ക്രൂരമായി ടോർച്ചർ ചെയ്ത് കൊന്ന കുറ്റത്തിന് അവന്റെ ശരീരം മറവ് ചെയ്തതിനും ഈ കേസ് കോടതിയിലേക്ക് പോകുന്നു. എലിസ നേരത്തെ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് അവൾക്ക് 32 വർഷത്തെ ജയിൽ ശിക്ഷ നൽകി. ഈ ഒരു കൊലപാതകത്തിന് മൂല കാരണമായിരുന്ന ലീലാൻഡിന് പരോളിൽ പുറത്തുവരാൻ കഴിയാത്ത 76 വർഷത്തെ ജയിൽ ശിക്ഷ നൽകി. ഇപ്പൊ ഇവർക്കുള്ള 2ാമത്തെ പെൺകുഞ്ഞ്, അവളെ എലീസയുടെ സഹോദരിയാണ് വളർത്തുന്നത്. എലീസയുടെ സഹോദരി നല്ലൊരു സ്ത്രീയാണ്. കാഡന്റെ മരണത്തെക്കുറിച്ച് അവർ പറഞ്ഞത്, ആദ്യമായി ഞാൻ കാഡനെ കണ്ടത് അവൻ ജനിച്ച സമയത്തായിരുന്നു. അവനെ ഞാൻ എന്റെ കൈകളിലേക്ക് വാങ്ങി. അവനെ കൈകളിലേക്ക് വാങ്ങിയപ്പോൾ അത് അത്രയേറെ മനോഹരമായ നിമിഷമായി എനിക്ക് തോന്നി. എന്നാൽ 7-8 വർഷങ്ങൾക്ക് ശേഷം അവന്റെ ചേതനയറ്റ ശരീരമായിരുന്നു ഞാൻ കണ്ടത്. പല ദിവസം എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവൻ നല്ലൊരു കുഞ്ഞായിരുന്നു. ചില കുഞ്ഞുങ്ങൾ വളരെ വികൃതിയായിരിക്കും, അച്ഛനെയും അമ്മയും ശല്യം ചെയ്യും. എന്നാൽ ഇവൻ അങ്ങനെയൊന്നുമല്ല, വളരെ ശാന്തമായിരിക്കും. പറഞ്ഞത് എന്തുമനുസരിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. എങ്ങനെ കുഞ്ഞിനെ കൊല്ലാൻ ഇവർക്ക് മനസ്സ് വന്നുവെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് എലിസയുടെ സഹോദരി പറഞ്ഞു. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ തുടർന്ന് കാണാറുണ്ട്. പല കേസുകളും നമ്മെ മാനസികമായി വല്ലാതെ ബാധിക്കും. സത്യത്തിൽ ഇവർ മനുഷ്യരാണോ, മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളാണോ എന്ന് പോലും അറിയില്ല. മൃഗങ്ങളുമായി പോലും ഇവരെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. മൃഗങ്ങൾക്ക് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യരെക്കാളും അല്പം ദയയും കാരുണ്യവും മൃഗങ്ങൾക്കുണ്ടെന്ന് തന്നെ പറയാം. ഈയിടെയായി ഇതുപോലുള്ള പല കേസുകൾ നമ്മൾ കണ്ടു. അപ്പോഴെല്ലാം മനസ്സിൽ വരുന്നൊരു ചോദ്യം, സ്വന്തം അച്ഛനും അമ്മയും തന്നെ മക്കളെ കൊല്ലുന്നു, അതിനെന്തായിരിക്കും കാരണം? സാധാരണ ഒരാൾക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ
ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക, അവരെ നന്നായി നോക്കുക, വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ഇങ്ങനെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അവരെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്കതിൽ ദുഃഖം കാണില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി വളർത്താൻ നമ്മൾ ആഗ്രഹിക്കും. ഭൂരിഭാഗം മാതാപിതാക്കളും ഇങ്ങനെ ആയിരിക്കും. എങ്കിൽ അവരിലും ചില മാതാപിതാക്കൾ ഇങ്ങനെയുണ്ട്. എന്തുകൊണ്ടായിരിക്കും മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? അവർക്ക് മക്കളോട് അത്രയേറെ വെറുപ്പ് വരാൻ എന്തായിരിക്കും കാരണം? തിരഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു, മാനേജർ നമ്മെ വഴക്ക് പറയുകയാണ്, നമുക്കും നല്ല ദേഷ്യം വരുന്നു. പക്ഷെ ആ ദേഷ്യം തിരിച്ച് മാനേജറോട് കാണിക്കാൻ സാധിക്കില്ല. ആ സമയം എന്തായിരിക്കും ചെയ്യുക? നമുക്ക് താഴെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സിനോട് നമ്മൾ ആ ദേഷ്യം കാണിക്കും. സാധാരണ മനുഷ്യന്റെ സ്വഭാവം ഇത് തന്നെയാണ്. നമുക്കുള്ളിലെ ദേഷ്യത്തെയും വെറുപ്പിനെയും ആരോടെങ്കിലും കാണിക്കുമ്പോൾ അവരതിനെ എതിർപ്പ് കാണിച്ചാൽ പിന്നീട് നമ്മൾ ആ ദേഷ്യം അവരോട് കാണിക്കാൻ പോകില്ല. അതേസമയം നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുന്നു, അവരുടെ ഭാഗത്തു നിന്നും യാതൊരു എതിർപ്പും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരൊരു ഇരയായി മാറും. നമ്മുടെ ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം എല്ലാം അവരോട് കാണിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ചില മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ അവരുടെ ദേഷ്യം ശമിപ്പിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാറുണ്ട്. മാതാപിതാക്കൾക്കിടയിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പോലും മക്കളെ ആയിരിക്കും ഇരയാക്കുന്നത്. എല്ലാ മാതാപിതാക്കളെയും അല്ല ഇവിടെ പറയുന്നത്. ചില മാതാപിതാക്കൾ ഇങ്ങനെയുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ദേഷ്യം തീർക്കാനോ പകവീട്ടാനോ കഴിയാതാകുമ്പോൾ അതെല്ലാം മക്കളിൽ തീർക്കാൻ തുടങ്ങും. ഈ കേസ് എടുക്കുകയാണെങ്കിലും അതിന് നല്ല ഉദാഹരണമാണ്. ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല, കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭാര്യയുടെ ചുമലിലേക്ക് വന്നു. അളവിൽ കൂടുതൽ മാനസിക സമ്മർദ്ദമുണ്ടായി. ഇങ്ങനെ രണ്ടുപേർക്കും വേറിട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് അതിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ആവശ്യമായിരുന്നു, ഒരു മോചനം ആവശ്യമായിരുന്നു. അതിന് കുഞ്ഞുങ്ങളെ ഒരു കരുവാക്കി മാറ്റി. മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള മാതാപിതാക്കൾ ഇതൊന്നുമല്ലാത്ത, ശാരീരികമായോ മാനസികമായോ യാതൊരു ബലവുമില്ലാത്ത കുഞ്ഞിനെ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ ആ കുഞ്ഞിനെ പ്രതികരിക്കാനേ സാധിക്കില്ല. ആ കുഞ്ഞിന് ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ മറ്റു മാർഗമില്ലാതെ അച്ഛനും അമ്മയും നൽകുന്ന വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നത്. പല കുഞ്ഞുങ്ങൾ ദയനീയമായി മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കൾക്ക് എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ദേഷ്യവും വിദ്വേഷവുമെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ട് ചുമത്തരുത്. ഒരാളുടെ ജീവൻ എടുക്കുന്നതിന് മറ്റൊരാൾക്ക് യാതൊരു അവകാശവുമില്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.